ദേവപ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് എത്രമാത്രം വലിയ തട്ടിപ്പുകളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ആദ്യം നടന്ന ദേവപ്രശ്നത്തിൽ ഈ മോഹൻ്റെ കണ്ഠരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ ഒരു തന്ത്രിയെ തിരിച്ചെടുക്കണമെന്ന് ദേവൻ പറയുമെന്ന് ഈ ഇരിക്കുന്ന വിശ്വാസികൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ ഒരാളെ, അതും ഗായത്രി മന്ത്രം അറിയാത്തയാളെ, സംസ്കൃതം നേരെ ചൊവ്വേ അറിയാത്തയാളെ, വേദങ്ങളും ഉപനിഷത്തുകളും അറിയാത്തയാളെ, ഈ ചോദ്യങ്ങളുടെ മുന്നിൽ തല കുമ്പിട്ടിരുന്ന ഒരാളെ തന്ത്രിയായിട്ട് കൊണ്ടുവരണമെന്ന് ദേവന്റെ അനുജ്ഞ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രണ്ടാമത്തത് നോക്കൂ, ഈ ദേവപ്രശ്നവുമൊക്കെ നടക്കുന്നത് ഏതിനെയൊക്കെ ആധാരമാക്കിയ? ഈ തന്ത്രസമുച്ചയത്തെ ആധാരമാക്കിയാണല്ലോ. തന്ത്രസമുച്ചയം ഉണ്ടാവുന്നത് എന്താണെന്നറിയാമോ? 15-ാം നൂറ്റാണ്ടിലാണ്. അന്ന് സിമന്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനകത്ത് സംഭവിച്ചു പോയ കുഴപ്പം എന്താണെന്നറിയാമോ? സിമന്റ് കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ സിമന്റ് കണ്ടുപിടിച്ചാലേ കോൺക്രീറ്റ് ഉണ്ടാവത്തുള്ളൂ. തന്ത്രസമുച്ചയത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? മരം എന്നാ. തന്ത്രസമുച്ചയത്തിൽ എഴുതിയിരിക്കുന്ന മരം കൊണ്ട് നിർമ്മിച്ച കൊടിമരം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ആ കൊടിമരം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചപ്പോൾ തന്ത്രസമുച്ചയത്തിൽ മാറ്റം വന്നില്ല. തന്ത്രസമുച്ചയം 15-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയും കോൺക്രീറ്റ് 20-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഒടുവിൽ എന്ത് സംഭവിച്ചു? അതൊരു പഴുതായിട്ട് കണ്ടിട്ട് ഈ മരത്തിലെ ജീർണത, മരത്തിൽ ചിതലിരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഈ തന്ത്രി അതേപടി ഈ കോൺക്രീറ്റ് മരത്തിൻ്റെ കാര്യത്തിലെടുത്ത് പ്രയോഗിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺക്രീറ്റ് ചിതലിരിക്കുമെന്ന് തന്ത്രസമുച്ചയം വെച്ച് എഴുതിയിരിക്കുക. ഇതാണ് അതിൽ പറ്റിയ അബദ്ധം. ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ ശുചീന്ദ്രത്ത് പോയി കൈമുക്ക് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കള്ളന്മാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷപ്പരീക്ഷ നടത്തുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പലതരത്തിലുള്ള ശസ്ത്രവിധി പ്രകാരം നടന്നിരുന്നു. പക്ഷേ ആധുനിക കാലത്ത് ഇതിനെല്ലാം മാറ്റി ശാസ്ത്രീയമായിട്ടാണ് നമ്മളിതെല്ലാം തെളിയിക്കുന്നത്. അപ്പോൾ ദേവപ്രശ്നം എന്നൊരു വലിയ ഉഡായിപ്പിൻ്റെ പേരിൽ നടന്നിരിക്കുന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ സാധ്യതകളാണ് ഇവർ ഉപയോഗിച്ചത്. നേരായിട്ട് വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് എന്നുള്ളതാണ് ചില വിശ്വാസികൾ പറയുന്നത്. അത് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടിരിക്കട്ടെ. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കൂടുതൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് താഴ്വൻ തന്ത്രിക്ക് മാത്രം സമ്പൂർണ്ണ അധികാരമുള്ളത്? നേരത്തെ ചോദിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട തന്ത്രിമാർ ഈ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണ വിധേയരല്ലേ? ഒരാൾ ലൈംഗികാരോപണ കേസിൽ, മറ്റൊരാൾ ശബരിമലയിലെ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത കേസിൽ അകത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കുടുംബത്തെ വിശ്വസിക്കാൻ പറ്റുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? അതുകൊണ്ട് ഈ തന്ത്രി പരീക്ഷയൊക്കെ പാസ്സായ ഒരുപാട് മിടുക്കന്മാരുണ്ട്. കൃത്യമായിട്ട് ദേവനെ പരിചരിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് PSC പരീക്ഷ മുഖാന്തരം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരു ഓപ്പൺ പരീക്ഷ മുഖാന്തരം തന്ത്രവിദ്യയൊക്കെ പഠിച്ച ആളുകളെ ആ താന്ത്രിക വിദ്യയ്ക്ക് നിയോഗിക്കുകയാണ് വേണ്ടത്. നാമുഖമായി ഒന്ന് പറയട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കുംഭകോണത്തിൻ്റെ റൂട്ട് വേരെവിടെ കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ ലഘു ചരിത്രം ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നതും ഔട്ടാവുന്നതും ഏതൊക്കെ പീരീഡുകളിലാണെന്ന് ഞാൻ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നത് സമകാലിക ലേഖനം മലയാളത്തിലെ വന്നിരിക്കുന്ന ലേഖനം പ്രകാരം KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ആലപ്പുഴയിലൊരു നമ്പൂതിരിയാണ് ഇദ്ദേഹത്തെ ഒരു പരികർമ്മിയായിട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ദേവസ്വം ബോർഡ് ആരുടെയാണ്? G. രാമൻ നായർ, പുനലൂർ മധു, KB ശ്രീകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബോർഡാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുന്ന സമയത്തെ ദേവസ്വം ബോർഡിൽ, UDFന്റെ ദേവസ്വം ബോർഡ്. ശരി, ആ സമയത്തൊന്നും ഈ കൊള്ള സംബന്ധിച്ച ഒരു കാര്യം പുറത്തു വന്നിട്ടില്ല. ഇയാളൊരു കീഴ്ശാന്തിക്കാരൻ മാത്രമായിരുന്നു, പരികർമ്മി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നാവുന്നത് 2004. അത് കഴിഞ്ഞ് ഔട്ടാവുന്നൊരു കാലമുണ്ട്. ആ ഔട്ടാവുന്ന കാലം എന്ന് പറയുന്നത് 2006 ശേഷം ഇയാൾ താൽക്കാലികമായി ഔട്ടാവുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് അയാൾ ഇന്നാവുന്നുണ്ട്. ആ സമയത്ത് ഈ ബാംഗ്ലൂരുവിലുള്ള ശ്രീരാം ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജാരിയായിട്ട് വരുന്ന കാലം. ആ സമയത്ത് രാജീവ് ഖണ്ഡറാണ് അവിടുത്തെയും തന്ത്രി. അങ്ങനെ രാജീവ് ഖണ്ഡറയുടെ പിൻഗാമിയായിട്ട് വീണ്ടും അയാൾ ഇന്നാവുന്നുണ്ട് 2006 ഇടവേളയ്ക്ക് ശേഷം. ആ സമയത്ത് 2007 ഒരു ചിത്രം കൂടി പുറത്തു വരുന്നുണ്ട്. ആ സമയത്തും ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? UDFന്റെ കാലത്ത് നിയമിതനായ G. രാമൻ നായർ. പക്ഷേ 2006 കഴിഞ്ഞ് സർക്കാർ മാറുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഉത്സവത്തിന് ഈ രാജീവ് ഖണ്ഡറയുടെ തൊട്ടു പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് അതിനുശേഷം 2012 വരെ ഇയാൾ അവിടെ വാണിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് LDFന്റെ ഭരണകാലത്ത് പോലും ഇയാൾക്ക് രാജീവ് ഖണ്ഡറയുടെ അനുഗ്രഹാശിസുകളോടുകൂടി അയാൾക്ക് ഉത്സവ പരിപാടികളിലും അതല്ലാതെയും ഒക്കെ കാർമ്മികത്വം കിട്ടി എന്നുള്ളതാണ്. 2012 കഴിഞ്ഞ് പൂജാരിയുടെ പരികർമ്മയായിട്ട് തരുമ്പോൾ ഇയാൾ അടുത്ത പദവിയിലേക്ക് മാറുന്നുണ്ട്. ഓർമ്മിക്കണം, UDF അധികാരത്തിൽ വരുന്ന 2011 ശേഷം ഇയാൾക്കൊരു പുതിയ ചുമതല അനൗദ്യോഗികമായിട്ട് കിട്ടുന്നു. എന്താണെന്നറിയാമോ? സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന പദവി. അന്ന് ആരായിരുന്നു? അന്ന് UDFന്റെ നിയമിതമായിട്ടുള്ള ദേവസ്വം ബോർഡ് അധികാരത്തിൽ വരുന്ന സമയത്ത് സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന പദവി കിട്ടുന്നു. ഓർമ്മിക്കണം, അന്ന് VS ശിവകുമാറും ജയകുമാറുമായിരുന്നു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്, അഥവാ ദേവസ്വം മന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പാത്രകുംഭകോണമൊക്കെ വരുന്നത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട സമയം. ആ സമയത്ത് ഇയാൾ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായിട്ട് അന്നദാനത്തിന് വേണ്ടി 5 ലക്ഷം രൂപയാണ് അവിടെ കൊടുക്കുക. പക്ഷേ പിരിച്ചെടുക്കുന്നത് 5 ഇരട്ടിയാണ്.
25 ലക്ഷം രൂപ പിരിക്കും, 5 ലക്ഷം രൂപ കൊടുക്കും. ഇതായിരുന്നു അയാളുടെ പരിപാടി. സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ, അവിടുത്തെ വലിയ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്ന തട്ടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതൊരു സുനിൽ സ്വാമി, അതേപോലെ ഒരു റെജി, അതേപോലെ ഈ കക്ഷി, ഇവരൊക്കെ അവിടുത്തെ അവതാരങ്ങളായിരുന്ന സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരാണ്. അവർക്ക് അവിടെ വിലസാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ തന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ്. അവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പൊ പിടിച്ച പത്മകുമാറിനെ വാസുവൊന്നുമല്ല, ഇവരുടെ അപ്പന്മാരാണ് അവിടെ ഭരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രാജീവ് ഖണ്ഡയുടെ സാന്നിധ്യത്തിൽ, അത് 2012-13 നോക്കൂ. ആ സമയത്തും വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് ഇയാൾക്കെതിരെ വന്നു. എന്താ സംഭവം അറിയോ? ഇയാൾക്ക് ID കാർഡ് ഇല്ല. ഇയാളെ വിജിലൻസ് പരിശോധിക്കുന്ന സമയത്ത് ID കാർഡ് ഇല്ല. എന്ത് പറഞ്ഞ ID കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഇയാളെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് പുറത്താക്കുന്നു. പക്ഷെ ഒരു ഒറ്റ വർഷം കഴിഞ്ഞ് 2014 ഇയാൾ ശബരിമല സന്നിധാനത്തേക്ക് വരികയാണ്. അവിടെ ആ സമയത്ത് ശിവകുമാറുണ്ട്, ജയകുമാറുണ്ട്, MP ഗോവിന്ദൻ നായരാണ്. UDFിന്റെ കാലത്ത് നിയമിതരായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗോവിന്ദൻ നായർ ഇരിക്കുന്ന സമയത്ത് വരുന്നു. സുഭാഷ് വാസു ആണെന്ന് ദേവസ്വം മെമ്പർ. ആ സമയത്താണ് വീണ്ടും ഇന്ന്. അപ്പോൾ നോക്കൂ, ഇന്നാവുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2004, അതിനുശേഷം 2006 ശേഷം 2007 വരുന്നു, പിന്നീട് 2012 വരെ തുടരുന്നു, 2013 പിടിക്കപ്പെടുന്നു, 2014 വീണ്ടും ഇന്നാവുന്നു. അതിനുശേഷം 2015 ഇയാൾ ഈ പുറത്തു പോയതിനു ശേഷം കൂടുതൽ ശക്തരായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, രാഘവൻ, ഇടതുപക്ഷത്തിന്റെ അംഗമാണ് രാഘവൻ. ഇവര് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന സമയത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പോകുന്നതും വരുന്നതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ്. ഇയാൾ കൂടുതൽ സർവശക്തനായിട്ടിരിക്കുന്നത് UDFിന്റെ കാലത്താണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ MP ഗോവിന്ദൻ നായരുടെ സാന്നിധ്യത്തിൽ ഇയാൾ അവിടെ നടത്തിയ സ്പോൺസർഷിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. ആ സമയത്താണ്, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് ഈ കൊടിമരത്തിന്റെ കാര്യത്തിലുള്ള വലിയ കുംഭകോണം നടക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. അജയ് തറയിൽ മറുപടി പറയേണ്ട ചോദ്യമാണ്. ഒന്ന്, ഈ ദേവസ്വം മാനുവൽ ലംഘിച്ചു എന്നതിൻ്റെ പേരിലാണല്ലോ പത്മകുമാർ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ച് അതിൽ സ്വർണ്ണപ്പാളി എന്ന് എഴുതേണ്ടതിന് പകരം അതിൽ പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പെന്ന് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. 2012 ദേവചൈതന്യം സ്വർണ്ണം പൂശി എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കുറ്റം. നോക്കൂ, 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ദേവം ചൈതന്യം പ്രസരിക്കുന്ന ഭൗതിക വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വം ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കെ 2012 ആ ഉത്തരവ് കാറ്റിൽ പറത്തി കൊടിമരമെടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ തന്ത്രിക്ക് കൊടുത്തു? അതിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കൊടിമരം ഏതൊക്കെ ഈ വാജിവാഹനം ഏതൊക്കെ പൂജയ്ക്ക് ഉപയോഗിച്ചു, അതിനുള്ള ഉത്തരവും ഇതുവരെ പറഞ്ഞിട്ടില്ല. കൊടിമരം സ്വർണം പൂശുന്ന സമയത്ത് ഫോണിക്സ് ഗ്രൂപ്പ് കൊടുത്ത 3,20,00,000 അപ്പുറം എത്ര രൂപ നിങ്ങൾ പിരിച്ചു? ഞാൻ ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വലിയ കുംഭങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ സ്വർണവും ഒക്കെ അതിനകത്ത് ഭക്തർ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം കോടതിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചൊരു അക്ഷര കമാന്ന് മിണ്ടിയിട്ടില്ല പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ കാലത്ത്. അപ്പോൾ ഈ പണം എവിടെ പോയി എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ വി ഗോപാലകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ തന്ത്രിയുടെ തൊട്ടടുത്ത മുറിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുറിയിൽ ആൾ കാണില്ല. അന്ന് അജയ് തറയിലൊക്കെ ഇരിക്കുന്ന ദേവസ്വം മെമ്പറുടെ മുറിയിൽ ആൾ വരും. അവിടെ നിന്ന് ചർച്ച എന്താണ്? ശർക്കര, നെയ്യ് തുടങ്ങിയ സാധനങ്ങളുടെ പർച്ചേസിനെ കുറിച്ചുള്ള ഗൂഢാലോചന നടക്കുന്ന സ്ഥലമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ CPM-നോ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവർ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ശബരിമലയിലെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പല ദേവസ്വം ബോർഡുകളിൽ വന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേരിൽ നടന്ന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല വലിയ കുംഭകോണങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ആ അവസരം കോൺഗ്രസ് പരാജയപ്പെടുത്തി, ആ അവസരം കോൺഗ്രസ് നശിപ്പിച്ചു. പകരം ഒരു പാരടിപ്പാട്ട് എഴുതിയതിനെ കേവലം കക്ഷി രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ശബരിമലയെ ഇനിയെങ്കിലും ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാർ എന്നതുപോലെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ കാര്യത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അതേപോലെ അജയ് തറയിലും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ, ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ ഇനി ആ പാരടിപ്പാട്ടിനൊരു പ്രസക്തിയുമില്ലെന്ന് മാത്രമല്ല, ഇനി ആ പാട്ട് പാടിയാൽ നാട്ടുകാർ നിങ്ങളെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമുക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്കും പോകണ്ട. അവതാരങ്ങൾ ഒരുപാട് നേതാക്കന്മാരുടെ സാന്നിധ്യം അറിയിച്ച് പ്രതീതി നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അക്ഷന്തവ്യമായ തെറ്റാണ്. കാരണം ഒരു കാരണവശാലും നമുക്ക് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇതിനെ യഥാർത്ഥത്തിൽ VD സതീശൻ പറയേണ്ടിയിരുന്നത് എന്താ? ഈ UDFിൻ്റെ കാലത്താണെങ്കിലും LDFിൻ്റെ കാലത്താണെങ്കിലും ശബരിമലയിൽ ഏതെങ്കിലും തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊക്കെ കുംഭകോണം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് പൂർണ്ണ പിന്തുണ CTക്ക് കൊടുക്കണ്ടേ?
അതിനു പകരം എന്താ പറഞ്ഞെന്നറിയാമോ? ഈ SIT എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അവസാനത്തെ 2-3 ദിവസം സഭ സ്തംഭിപ്പിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഈ തന്ത്രിയെ ചാരിയിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് തന്ത്രിയെ ചാരി രക്ഷപ്പെടാൻ നോക്കേണ്ടത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകൾ ആദ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് താങ്ങുവീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ശരി, അപ്പോഴെല്ലാം സർക്കാരിനും SITക്കും ഹൈക്കോടതിക്കും പൂർണ്ണ പിന്തുണ കൊടുത്ത് ശബരിമലയെ യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇച്ഛ കാണിച്ചില്ലെങ്കിൽ ED ഒന്നും ഈ കേസിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പുറത്തിപ്പോൾ നിൽക്കുന്നത് രാജീവ് കണ്ഠരാണ്, തന്ത്രിയാണ്. അതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൊടിയ കുംഭകോണമാണോ എന്നുള്ള ചോദ്യത്തിന് സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ തീവെട്ടി കുംഭകോണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അന്വേഷിച്ചാൽ പുറത്തു വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചില ആളുകൾ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.